ഹലോ ഹലോ, എന്താ പോലെ ശബ്ദം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഗസ് ദ മൂവി ചാലഞ്ച് ആയിട്ടാണ്. ഞാൻ ചോദിക്കും, അമ്മ പറയും. അപ്പോ അമ്മോടാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് പഴയ സിനിമകളൊക്കെയാണ്, എന്നാലും എല്ലാവർക്കും അറിയാവുന്ന സിനിമകളൊക്കെ ആയിരിക്കും. അപ്പൊ ഞാൻ ആ ഒരു സിനിമയുടെ പ്ലോട്ട് പറയും ചെറിയ ഒരു രീതിയിൽ. അപ്പോ അത് ഏത് സിനിമയാണെന്ന് അമ്മ പറയണം. അതാണ് ചാലഞ്ച്. ക്ലൂ ഉണ്ടാവോ? എന്താ ക്ലൂ? ക്ലൂ ഭയങ്കര പാടാണെങ്കിൽ തരാം, പക്ഷെ ഇതൊക്കെ എളുപ്പമുള്ള സിനിമയാണ്, അതുകൊണ്ട് ക്ലൂ തരേണ്ട ആവശ്യം വരില്ല. ചിലപ്പോ എല്ലാം അമ്മ പറയുമായിരിക്കും. അപ്പൊ ഓക്കെ, തുടങ്ങാം. ഓർമ്മയുണ്ടോ നോക്കാം. അപ്പൊ ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കുറച്ച് സിനിമകൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ പ്ലോട്ടൊന്നുമില്ല, ഞാൻ ആലോചിച്ച് പറയണം. ഞാനും കൂടി കണ്ട സിനിമ ആയതുകൊണ്ട് ആലോചിച്ച് പറയണം. അപ്പൊ ചോദിക്കട്ടെ, ആദ്യത്തെ ഇത്. അയ്യോ, ആ ഈ സിനിമയില് രണ്ട് നായകന്മാര്. അതില് മൂത്ത ആളിനും കല്യാണം കഴിച്ച ഓൾറെഡി ഭാര്യ ഉണ്ട്. മൂത്ത ആളുടെ ഭാര്യ കുറച്ച് എന്താ ഗ്രീഡി ആയിട്ടുള്ള, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പണത്തിനോടും അതിനോടൊക്കെ കുറച്ച് ആർത്തിയുള്ളൊരു സ്ത്രീയാണ്. ഈ ചേട്ടൻ ഒരു അനിയനുണ്ട്. അനിയൻ കല്യാണം കഴിച്ച് സ്നേഹിച്ചിട്ടൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുവരും. അപ്പൊ ആ പെണ്ണിന് ജോലിയൊക്കെ ഉണ്ട്, കുറച്ച് പൈസയൊക്കെ ഉള്ള ഇതിലാണ്. അപ്പൊ ഈ പെണ്ണിന്, ഈ മൂത്ത ചേട്ടന്റെ ഭാര്യക്ക് ഭയങ്കര ഗ്രീഡിയാന്ന് പറഞ്ഞല്ലോ, ഇതിനോടൊക്കെ, ആഡംബരത്തിനോട്. എന്നിട്ട് അവിടെ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് ഈ മൂത്ത ചേട്ടനെ ഈ പെണ്ണ് പറഞ്ഞ് പറഞ്ഞ് വേറെ വീടൊക്കെ വാങ്ങിച്ച് അവിടെ താമസിക്കും. മനസ്സിലായ? കിട്ടിയിട്ടുണ്ടോ? പേര് ഞാൻ ആലോചിക്കട്ടെ. അതിലെ നായകന്മാരൊക്കെ പറയട്ടെ. പറയും. ജയറാം, പാർവതി, ഉർവശി. ശരിയാണോ? സിനിമയുടെ പേര് പറയണം. സിനിമയുടെ പേര് എനിക്കറിയായിരുന്നു. അമ്മക്ക് ഇങ്ങനെ ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാവും, പക്ഷെ സിനിമയുടെ പേര് കിട്ടൂല. ഈ റൂമിൽ ആ സാധനം ഇരിപ്പുണ്ട്. ആ സിനിമയുടെ പേരില് ഒരു വസ്തുവാണ്. ആ വസ്തു ഈ റൂമിൽ ഇപ്പൊ ഇരിപ്പുണ്ട്. എനിക്കറിയാം. അധികം സമയം ക്ലൂ അല്ല ഇപ്പൊ തന്നേ. എന്റെ ഫോൺ സ്റ്റോറേജ് കുറവ്, അതിപ്പോ പോകും. അപ്പൊ സമയം ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, ടിക് ടിക് 5. തീർന്നു. എന്തായാലും പകുതി മാർക്ക് കൊടുക്കാൻ കാരണം എന്താ, പറഞ്ഞത് സംഭവം ശരിയാണ്, പക്ഷെ പേര് കിട്ടിയില്ല സിനിമയുടെ. പേര് ഓർക്കാനുള്ള സമയം തരണ്ടേ? ഇത്രയും സമയമുള്ളൂ. പിന്നെ ഞാൻ എന്റെ ഫോണിലെ സ്റ്റോറേജ് ചോദിക്കുമ്പോഴൊന്നും കിട്ടില്ല. പിന്നെ തോറ്റു. എനിക്ക് സിറ്റുവേഷൻ ഓർമ്മ വന്നു. ജയറാമും പാർവതിയും ഉർവശിയും ശ്രീനിവാസനും. അപ്പൊ ഓക്കെ, പകുതി മാർക്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് മൂവിയുടെ പേര് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്തത്, ദൈവമേ, ഇതിനകത്ത് കണ്ടതാവോ. നെക്സ്റ്റ്. ഇതിലെ നായികക്ക് ഒരു നായികക്ക് ഒരു കാമുകനുണ്ടായിരുന്നു. നായികയുടെ അച്ഛൻ പുറത്തെവിടെയോ വർക്ക് ചെയ്യുന്ന ഒരാളാ. പുറത്താണ്, ഇവിടെ ഇല്ല. അപ്പൊ ഈ നായിക അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കാമുകനൊക്കെ ഉണ്ട്, അപ്പൊ വരുമ്പോ മീറ്റ് ചെയ്യാമെന്നും പറഞ്ഞോണ്ട് അയാൾ ഇരിക്കായിരുന്നു, അച്ഛൻ. അപ്പോ ഈ കാമുകൻ ഈ പെണ്ണിനെ തേച്ചിട്ട് പോയി. അപ്പോ ഈ പെണ്ണ് അച്ഛൻ വരുമ്പോ കാണിക്കാനായിട്ട് ഒരു കാമുകനെ വേണം. അപ്പോ അവിടെ ഒരു മാനേജർ പോലത്തെ ഒരാളുണ്ട്, എല്ലാം നോക്കി നടത്തുന്ന ഒരാള്. അയാളോട് പറഞ്ഞിട്ട് ഒരു കാമുകനെ ഒപ്പിക്കും. എന്നിട്ട് ഈ അച്ഛൻ വരുമ്പോ അതാണ് കാമുകൻ എന്ന് പറഞ്ഞ് കാണിക്കും. ഏതാ? ചിത്രം. ഇതൊക്കെ എളുപ്പമുള്ള സിനിമയാട്ടാ, അതുകൊണ്ടാ കിട്ടിയത്. മോഹൻലാലും സുചിത്രയും. അവിടെ. അപ്പൊ അമ്മയ്ക്ക് 1.5 മാർക്ക്. അത്ര മതി. ആദ്യത്തിന് ആരാ തന്നു? ഞാൻ സിറ്റുവേഷൻ പറഞ്ഞു, സിനിമ പേര് പറഞ്ഞില്ലല്ലോ. അടുത്തത്.
അത്ര പിന്നെ ഞാൻ 1 മണിക്കൂർ വരെ ആലോചിക്കാൻ അല്ല. അടുത്തത് ഇതിലെ നായകൻ ഒരു ഗ്രാമത്തിലേക്ക് ഒരു സ്കൂളില് പ്യൂണായിട്ട് വരാണ്. അയ്യോ കിട്ടുകാണോ? എന്റെ പേര് എനിക്ക് വിട്ടുപോരൂല. എനിക്കത് മനസ്സിലായി. പ്യൂണായിട്ട് വന്നിട്ടുണ്ട്. ആ സ്കൂള് ഒരു വലിയ തറവാട്ടുകാരുടെ സ്കൂളാ. ആ തറവാട്ടിലെ ചേട്ടന്മാർക്കൊക്കെ ഒരു അനിയത്തിയുണ്ട്. അപ്പൊ ആ അനിയത്തിക്ക് ഇയാളായിട്ടൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെന്തോ ഈ പെണ്ണിനെ പുറകെ നടക്കാണെന്നുള്ള രീതിയില്. അപ്പൊ എന്നിട്ട് ഈ പെണ്ണ് ആദ്യമൊക്കെ പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ പിന്നീട് ഇവര് തമ്മിൽ ഇഷ്ടമാകും. അത് ഇന്നാള് ടിവിയിൽ കണ്ട സിനിമയാ. പറയ് ആരൊക്കെയാണെന്നെങ്കിലും പറയ്. ജയറാം, പാർവതി. അപ്പൊ അത് ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. കോളേജിൽ പഠിക്കണതാ. ജയറാം അവിടെ അധ്യാപകനായിട്ടില്ല, പ്യൂണായിട്ട് വരും. എന്നിട്ട് അവിടെ അയ്യോ സിനിമയുടെ പേര് എന്തെങ്കിലും ഇത്തിരി അത് നീണ്ടൊരു പേരാണ്, ഒരു സ്ഥലപ്പേര് വെച്ചിട്ടാണ്. അത് നമുക്ക് കമന്റ്സിലേക്ക് കൊടുക്കാം. പെരുവണ്ണാമൂർത്തെ വിശേഷങ്ങൾ എന്നിട്ട് പറയണില്ല. അപ്പൊ അടുത്തത് അയ്യോ അടുത്ത സിനിമ അയ്യോ തരുന്ന കഥ ഓർമ്മയില്ല എനിക്ക്. ഒരു ഗ്രാമത്തില് ഇതിലും 2 നായകന്മാരുണ്ട്. അതില് ഒരു രണ്ട് നായകന്മാര്. അതില് ഒരു നായകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രായമുള്ള ആളാ. ഒരാള് അധികം പ്രായമില്ലാത്ത ഒരാള്. അതിനകത്ത് ആ പ്രായമുള്ള ആളെന്ന് പറയുന്ന ആളും അയാളുടെ അമ്മയും ഉണ്ട് ആ വീട്ടില്. പ്രായമുള്ള ആളും അയാളുടെ അമ്മയും. അയാൾ കല്യാണം കഴിച്ചിട്ടില്ല. അയാളുടെ ഭയങ്കര ഒരു ഉറ്റ സുഹൃത്ത് എന്നൊക്കെ പറയാം ഈ രണ്ടാമത്തെ നായകൻ. സുഹൃത്തും അത് ഇവരുടെ കൂടെ ഇങ്ങനെ നടന്ന ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളാ. എന്നിട്ട് ഇവരൊരു സ്ഥലത്ത് പോകുമ്പോ ഒരു ഡാൻസർ, ഒരു നാടോടികളുടെ പോലത്തെ ഒരു വില്ലേജിലൊക്കെ പോയി ഡാൻസ് കളിക്കുന്ന ഒരു പെണ്ണിനെ കാണും. എന്നിട്ട് ഇവര് രണ്ടുപേരും ആ പെണ്ണായിട്ട് ഇഷ്ടത്തിലാവും. അപ്പൊ ഈ വയസ്സായ ആൾക്ക് ഭയങ്കര പിന്നീട് ചിന്തകളൊക്കെ ഇയാളോട്, മറ്റേ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ ആളില്ലേ, അയാളും സ്നേഹിക്കണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ പിന്നെ ഈ പ്രായമായ ആൾക്ക് ഈ പെണ്ണിനെ വേണമെന്ന് കൂടുതലുണ്ട്. അങ്ങനെ ഇവര് തമ്മിൽ ചെറിയ ശത്രുത പോലെയൊക്കെ ആവും ഈ നായകന്മാര് തമ്മിൽ ചെറുതായിട്ട്. പക്ഷെ ഈ പ്രായം കുറഞ്ഞ ആളെന്ന് പറഞ്ഞില്ലേ, അയാൾക്ക് ഇയാളോട് സ്നേഹം ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇയാൾക്കൊരു ഇതാവും ഇയാളോട്, ഇവര് തമ്മിൽ ഇഷ്ടമാണെന്ന് പറയുമ്പോ ആ പെണ്ണിനും ഈ പ്രായം കുറഞ്ഞ ആളോടാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞത് ഇത്തിരി ഇതാണ്, പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കുറച്ച് പാടുണ്ടത്. ഒട്ടും മനസ്സിലായില്ലേ? ഒന്നുകൂടി പറയോ? ഒരു ഗ്രാമമാണ്, 2 നായകന്മാരുണ്ട്. അതില് പ്രായമായിട്ടൊരാളുണ്ട്, കാർന്നോരെന്ന് വെച്ചാൽ വയസ്സനല്ല, എന്നാലും ഒത്തിരി കല്യാണം കഴിച്ചിട്ടില്ല. അയാളും അയാളുടെ അമ്മയും കൂടിയാണ് ആ വീട്ടില്. ആ അമ്മയ്ക്ക് ഇയാളുടെ കല്യാണം നടന്ന് കാണാൻ ഭയങ്കര ആഗ്രഹം. അപ്പൊ ഇയാളത് ഇതുവരെ കല്യാണത്തെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. പക്ഷെ ഈ പെണ്ണിനെ കാണുമ്പോ കല്യാണം കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം വരും. ഈ പെണ്ണാണെങ്കിൽ മറ്റവനെയാണ് ഇഷ്ടപ്പെടുക, ആ പ്രായം കുറഞ്ഞ നായകനെ. ഇയാളുടെ കൂട്ടുകാരനും കൂടെ ഇങ്ങനെ അയാളുടെ ജോലികളൊക്കെ ചെയ്യുന്നതും അങ്ങനത്തെ ഒക്കെ ഒരാള്. അപ്പൊ ടൈം തീർന്നു. അപ്പൊ ഇത് നിങ്ങൾ പറയണം, ഇത് നിങ്ങൾക്ക് വേണ്ടി. ഞാൻ ഇനി പറഞ്ഞത് മനസ്സിലാവാത്തോണ്ടാണെന്ന് ഇവിടെ ആർക്കെങ്കിലും മനസ്സിലായെന്ന് നോക്കാലോ. അപ്പൊ നിങ്ങൾ പറ അടുത്തത്. അയ്യോ നിനക്ക് മാർക്ക് എണ്ണി വെച്ചോട്ടാ, എനിക്ക് ഓർമ്മയില്ല. ഇതിപ്പോ മാർക്ക് കിട്ടിയിട്ട് ഞാനൊന്നും കൊടുക്കാനൊന്നും പോലല്ല. എത്ര ചോദ്യം? മൂന്നാമത്തതാണോ ഇത്? 4. അപ്പൊ എനിക്ക് എത്ര? അത് ഞാൻ ലാസ്റ്റ് പറയാ. ഇത് ചോദ്യം ചോദിക്കുമ്പോ ആരാ നായകന്മാരെന്നൊക്കെ പറഞ്ഞിരിക്കും. ഇതിപ്പോ ഇല്ലല്ലോ. അയ്യോ ഈ മൈക്കിൽ ഇതൊക്കെ കേൾക്കണുണ്ടോന്ന് അറിഞ്ഞൂടാ. കണ്ട ഞാൻ കണ്ടില്ല, ഞാൻ നോക്കില്ല. അടുത്തത് അതില് നായകൻ
നായകന്റെ കസിനായിട്ട് നായകന് ഇഷ്ടമാണ്. നായകന്റെ കസിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാവന്റെ ഒക്കെ മകളായിട്ട് ഇവര് തമ്മിൽ ഇഷ്ടമാണ്. പക്ഷേ ഈ അമ്മാവന് ഇവനെ ഇഷ്ടമല്ല. ഇവര് ഒളിച്ചോടാനൊക്കെ നോക്കും, പക്ഷെ പറ്റില്ല. ഇവര് പോവാൻ പറ്റാണ്ട് വരും. പിന്നെ ഇയാള് ജോലി വേണമല്ലോ, അപ്പൊ ജോലിക്ക് വേണ്ടിയിട്ട് നാട് വിട്ടു പോകും. പഴനിയിലേക്കാ പോണേ. ഇത്രയും ഇനി മഴവിൽ കാവടി ഏ. ജയറാം ഇതൊക്കെ ജയറാം പഴനിയിലേക്ക് പോണം. അത് കിട്ടി. ഇനി ഇതൊക്കെ എളുപ്പമായതുകൊണ്ടാണ് കിട്ടുന്നത്. അയ്യോ, ഞാൻ ഏതൊക്കെയാ ചോദിച്ചത് തന്നെ എനിക്ക് ഓർമ്മയില്ല. അടുത്തതില് ഇതിലും 2 നായകന്മാരുണ്ട്. അവര് രണ്ടുപേരും പോലീസാ. അവരപ്പം ഈ ജയിലിൽ നിന്ന് ഒരാള് ജയിലിൽ ചാടിയിട്ടുണ്ട്. ഒരാള് ജയിലിൽ ചാടി. അയാളാണെങ്കിൽ ആരെയൊക്കെയോ കൊല്ലാനായിട്ട് നടക്കാണ്. അപ്പൊ അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവര് രണ്ടുപേരും കൂടി നടക്ക. അപ്പൊ ഇങ്ങനെ അതിന്റെ ഇടയില് ഈ കുറ്റവാളിയുടെ മകളായിട്ട് ഈ മെയിൻ നായകൻ ഇഷ്ടത്തിലാവും. അതാണ്, അത്രേ ഉള്ളൂ. അത്രേ എനിക്കും അറിയാൻ പാടുള്ളൂ. അതില് ദിലീപ്, കാവ്യ മാധവൻ. ഏത് അപ്പൊ അറിഞ്ഞൂടാട്ടോ. അത് നോക്കും, അപ്പൊ നോക്കും. തോറ്റ് 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 തോറ്റ്. ഞാൻ ഉദ്ദേശിച്ചത് ഏതാണെന്നറിയാമോ? ദിലീപ് ജയിലിലേക്ക് പോവില്ലേ, എന്നിട്ട് അതിനകത്ത് ഇന്ദ്രജിത്ത്. അത് റൺവേ. അസ്സലാമ അസ്സലാമ. ആരാന്നറിയോ? അയ്യടി, ഞാൻ സിനിമ പേര് പറയാം. ഓയ്യോ, ഞാൻ തന്നെ മറന്നുപോയി. ഒന്നുകൂടി പറയാം. പഴയ സിനിമയാണ്. ഇതില് ഒരു നല്ല പാട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ പേര് പറഞ്ഞേനെ. 2 നായികന്മാരാ. ഏതാ നടൻ പറയണോ? എന്നാ നടൻ ഒരു ക്ലൂ കൊടുക്കാല്ലേ? മോഹൻലാലാണ്. നടിയുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ. അത് അമ്മയ്ക്കും അറിയാൻ പറ്റൂല. അങ്ങനത്തെ ഒരു നടിയാണത്. എനിക്കറിയില്ല ആ നടി, കാരണം അധികം സിനിമയിലൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ മാത്രമേ ഉള്ളൂ തോന്നുന്നു. ഒരുവിധം പഴയതാ. അയ്യോ, അതിനെ പോലെയാണ് മറ്റേ ഇതിരിക്കണേന്ന് പറയണേ. അല്ല. അപ്പൊ അമ്മ തോറ്റു. ഇത്രയും നേരം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതും കമന്റിൽ പറയാട്ടോ. കമന്റിൽ പറയണം. അടുത്തത് ദൈവമേ, അവർക്ക് പറയാനുള്ളത് ഇല്ല, നിങ്ങൾ ഇപ്പൊ തന്നെ പറയണോട്ടോ. നോക്കിയിട്ടൊന്നും ചീറ്റ് ചെയ്യാൻ പാടില്ല. അടുത്തത് ഇതും കിട്ടുന്നു തോന്നണില്ല. ഇതില് 2 നായകന്മാരുണ്ട്. അതില് 2 നായകന്മാരുണ്ട്. നായകൻ എ, നായകൻ ബി, അങ്ങനെ ഇടാം. ഈ എക്ക് ഒരു ഫാം ഉണ്ട്. ഫാം അത് ഫാം മറ്റേ പശുക്കള് അങ്ങനെയൊക്കെ ഉള്ള ഫാം. അപ്പൊ ഈ ബിയുടെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട് നിക്കാനൊക്കെ ആയിട്ട്. കുറച്ച് ദിവസത്തേക്ക് റിലേറ്റീവ്സ്, കസിൻസ്, പെണ്ണുങ്ങള് വരുന്നുണ്ട്. അപ്പൊ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ബി പറയും അത് എന്റെ ഫാം ആണെന്നുള്ള രീതിയിലാണ് അവര് ബി കൊണ്ടുവന്നത്. എ സമ്മതിക്കുകയും ചെയ്യും. ഇവര് രണ്ടും നല്ല ഫ്രണ്ട്സ് ആണ്. അപ്പൊ ബി ഇത് എന്റെ ഫാം ആണെന്നുള്ള രീതിയിൽ അയാളുടെ ഒരു ബന്ധുവിനെയും അവരുടെ കസിൻസിനെയൊക്കെ കൊണ്ടുവരും, പെണ്ണുങ്ങളെ. എന്നിട്ട് ഈ ബിയോട് ആ കസിൻസില് ഒരാൾക്ക് ഇഷ്ടമുണ്ട്. പക്ഷെ അത് ആരാന്ന് ഇവർക്ക് അറിയില്ല. അപ്പൊ ഈ എയും ബിയും കൂടി അത് കണ്ടുപിടിക്കാനൊക്കെ ഉണ്ട് അതിനകത്ത്. കണ്ടുപിടിക്കാൻ മഞ്ജു വാര്യരും സുരേഷ് ഗോപി. അയ്യോ, എനിക്ക് പേര് പേരിന്റെ ക്ലൂ തരും. എനിക്ക് കിട്ടില്ല. അത് ഈ യേശു ക്രിസ്തു ഒക്കെ ആയിട്ട് ബന്ധമുണ്ട് പേരിന്. അയ്യോ, എനിക്ക് പറഞ്ഞു ഓഫായി പോയി. വേഗം പറ. അതൊക്കെ അതല്ലേ മഞ്ജു വാര്യര്, സുരേഷ് ഗോപി, എന്നിട്ട് പൂച്ച. അയ്യോ, എനിക്ക് ആ പേരൊന്നും എല്ലാവർക്കും അറിയാൻ പറ്റും. പേര് കിട്ടണില്ലാത്തതുകൊണ്ടാണ് സമ്മറിൻ ബത്ലഹേം. അതാണ് ഞാൻ യേശു ക്രിസ്തുവായിട്ട് ബന്ധമാണ് ബത്ലഹേം. അപ്പൊ ഇത്രേ ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ. അത്രേ ഉള്ളൂ.
ഇതിപ്പോ എത്ര കിട്ടി? ഒരെണ്ണം, അര, ഒന്നര, ഒന്നൊന്നും, ഒന്നൊന്നും രണ്ട്, 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 മൂന്നെണ്ണത്തിന്റെ മൂന്നര, മൂന്നര മാർക്കുള്ളൂ. അപ്പൊ ഞാൻ 7 ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചെന്ന് തോന്നുന്നുണ്ട്. അതിനകത്ത് 3 മൂന്നരയായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ കമന്റ്സിൽ അഴിക്കുക. ആരും ചീറ്റ് ചെയ്യരുത്, നോക്കി പറയരുത്. ഞാൻ പറഞ്ഞ കഥ മനസ്സിലായിട്ട് പറയുന്നവരുണ്ടെങ്കിൽ പറയാ. ഞാൻ കമന്റ് ആദ്യം വരുന്ന കമന്റ് അല്ല, ഞാൻ പറ്റാവുന്ന അത്ര അല്ല, ഒരു കമന്റ് പിൻ ചെയ്യാൻ പറ്റുള്ളല്ലേ. എന്നാലും ഞാൻ എല്ലാം നോക്കും കേട്ടോ. എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരാം. അപ്പൊ ഓക്കെ, ഇതുപോലത്തെ വീഡിയോ ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? കമന്റ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി വേറെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം കേട്ടോ. ഓക്കെ, ബൈ. ബൈ.